അർദ്ധപതാക, കർത്തരീമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ. ഇത് കാണിച്ചേ. ആ നമ്മളൊരു കല പഠിക്കാൻ പോവാ. അത് പഠിപ്പിച്ചു തരുന്നത് ആരാണെങ്കിലും നമ്മുടെ ഗുരുവാണ്. ആരാണ്? ഗുരു. ഗുരു അല്ല, ഗുരു. ഗുരു എന്നെ ഞാൻ പറഞ്ഞേ, ഗുരു എന്നല്ല. ഇവര് കൊച്ചിനെ വരെ വാങ്ങിച്ചു കിട്ടും. അപ്പോ നമ്മളെ നൃത്തം പഠിപ്പിക്കാൻ പോകുന്ന ഗുരുവിന്റെ മുൻപിൽ ചെന്ന് ദക്ഷിണ കൊടുത്ത് ഇങ്ങനെ ഭൂമിയെ തൊട്ട് തൊഴുത് ടീച്ചറിന്റെ കാലും തൊട്ട് തൊഴണം. പിന്നെ ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു തടിയും കോലും അവിടെ ഉണ്ടാവും. അതിനും തൊട്ട് തൊഴണം. പിന്നെ ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് ടീച്ചർ പറയുന്നത് പോലെ പഠിച്ചു തുടങ്ങണം. ഓക്കെ? കൂടാതെ പഠിപ്പിക്കുന്നത് പെണ്ണാണെങ്കിൽ ടീച്ചർ എന്നും ആണാണെങ്കിൽ മാഷ എന്നും വിളിക്കണം. എന്തോന്ന്? മാഷെന്ന്. പണ്ട് ഞാൻ ഡാൻസ് പഠിച്ചിരുന്നപ്പം എന്റെ ഗുരു ആലപ്പി വേലപ്പയെ ഞാൻ മാഷെന്നാ വിളിച്ചിരുന്നത്. എന്തോന്ന്? ആലപ്പി വേലപ്പിയ? കപ്പ ബിരിയാണി, ഓംപ്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വക സംഗതികളൊക്കെ ആദ്യമായിട്ടാ കേക്കണത്. അതിരിക്കട്ടെ, മോളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചറിന്റെ മോള് കണ്ടോ? കണ്ടു. ദൈവമേ, ഇവള് കേറിയെല്ലാം പറയൂ. പറയല്ലേ. അല്ല ഐഷു, ടീച്ചർ നല്ലതാണോ? ടീച്ചർ നല്ലതാണോ എന്ന് ചോദിച്ചല്ലേ, നല്ല സ്നേഹം കാണിക്കുന്ന ടീച്ചറാണോ എന്നാ ചോദിച്ചത്. മോളെ, കൃതിക മോള് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ചില കടും വെട്ടി ടീച്ചേഴ്സ് ഉണ്ട്. അവര് ഭർത്താവുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടായിരിക്കും സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത്. ആ ദേഷ്യം അവര് പിള്ളേർക്കിട്ട് തീർക്കും. എന്റെ ടീച്ചർ കാണാൻ നല്ല സുന്ദരിയാ. ഓ, സുന്ദരിമാരായ ടീച്ചർമാരെയാണോ ഇഷ്ടം? അതെ, എനിക്ക് ആന്റി ഇഷ്ടല്ലേ, അതുപോലത്തെ ടീച്ചർ. ആഹാ, അത് ശരി. ഇവളുടെ നോട്ടത്തില് ഇവൾക്ക് ആന്റി മാത്രമാ സുന്ദരി. ഞങ്ങൾ ആരും സുന്ദരിയും അല്ല സുന്ദരന്മാരും അല്ല.